അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ ഇതാ നമ്മുടെ പൊന്നാനിയുടെ മാത്രമായൊരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇതാ അതിനൊരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 പപ്പടം അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പപ്പടം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 3/4 ഗ്ലാസ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് അരിച്ചെടുത്തിട്ടോ. പിന്നെ കുറച്ച് കൂടുതലൊന്നും വെള്ളമില്ല, കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടൊന്ന് ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അരി പപ്പടം കൂടി ഒന്നുകൂടി ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോവരുതേ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയിന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾക്കൊന്ന് അതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് നല്ല ഫൈനായിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് നമ്മുടെ പൊന്നാനിക്കാരുടെ ആ ഒരു മുട്ടപ്പത്തിരി നമ്മൾക്കായി കിട്ടുള്ളൂ. ഇത് പലവട്ടം ഉണ്ടാക്കി നോക്കിയിട്ടും ശരിയാവാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ടപ്പത്തിരി നമ്മൾക്ക് കിട്ടും. ഞാനിത് മുന്നേ 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വീഡിയോയിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അവന് പിന്നെ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ ഞാനിതാ ഒരു പാന് സ്റ്റൗവിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ഓയിൽ നല്ല ചൂടായതിന് ശേഷമാണ് ഒന്ന് ഇങ്ങനെ ഒരു തവിയും മാവ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടോ. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തതായിരുന്നു. വോയിസ് കൊടുത്തപ്പോൾ പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ വോയിസ് ഞാൻ കട്ടാക്കി. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു ഒറ്റ പൊള്ളനായി ഇങ്ങനെ പൊന്തി വരും കേട്ടോ. നമ്മൾ പപ്പടം പിന്നെ അവിടെ ഇങ്ങനെ പൊള്ളച്ചിട്ടല്ലേ വരിക. ചില പപ്പടം ഒറ്റ പൊള്ളനായിട്ട് അങ്ങനെ വരും. അതുപോലെ നല്ല ഇതായി വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഒരു തവി കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്നൊരു ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾക്കിത് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾക്ക് കുറച്ചൊരു ടൈമുള്ളത് ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ ഒരു ടൈമേ ഉള്ളൂ, 1/2 മണിക്കൂർ. പിന്നെ അരി നമ്മളൊരു 8 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം കേട്ടോ. എന്നാലേ നമ്മൾക്ക് നല്ലപോലെ ഫൈനായിട്ട് അരി നമ്മൾക്ക് അരച്ചെടുക്കാൻ കഴിയുള്ളൂ. അരി പപ്പടം അതുപോലെ നമ്മൾ മൈദ അരിച്ചെടുത്തില്ലേ, അതുകൂടി 3 കൂടിയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് അരക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് ആയി കിട്ടും കേട്ടോ. മാഷാ അല്ലാഹ് നല്ല പോലെ നമ്മൾക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ അത്ര അങ്ങോട്ട് റെഡി ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല ഇതുപോലെ ഇങ്ങോട്ട് പൊന്തി വന്നിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമതൊക്കെ ഒഴിച്ചപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഒഴിച്ചെടുത്തത് നമുക്ക് നല്ല റെഡിയായി കിട്ടുകയും ചെയ്തു. സൂപ്പറായിരുന്നു. മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാൻ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് എല്ലതും ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബീഫ് കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളിയാണ്. ഇത് ഞാനൊരു വൈകുന്നേരത്തിനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 5 മണി 6 മണി ആ ഒരു ടൈമിൽ കഴിക്കാൻ. തലേ ദിവസം രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി ആ ഒരു ടൈമിലാണ് ഞാൻ മാവ് കൂട്ടി വെച്ചത്. പിന്നെ ഒരു 3:30 4 മണി ആ ഒരു ടൈമായപ്പോൾ ഇത് എല്ലാം നമ്മൾ പൊരിച്ചെടുത്ത് മുട്ടപ്പത്തി എല്ലാം ഇതാ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല ഇതുണ്ട്, സോഫ്റ്റും കുറച്ച് ക്രിസ്പിയൊക്കെ ആയിട്ട്. ഇതാ ബീഫ് കറി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ചായ റെഡി ആക്കിയിട്ട് ബീഫ് കറി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളൂ, ഉണ്ടാക്കി വെച്ച കറിയായിരുന്നു കേട്ടോ. നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഒരു ലൈക്കും കൂടി തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.